സിസ്റ്റവും ഒരുമിച്ച് ഒരുപോലെ തന്നെയാണ് പഠിക്കുന്നത്. സീനിയേഴ്സ് ജൂനിയേഴ്സിനെ പഠിപ്പിക്കാനും ജൂനിയേഴ്സ് സബ് ജൂനിയേഴ്സിനെ പഠിപ്പിക്കാനും ഉള്ള ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ കാണിച്ചു തരാനായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളും ഇവിടെ തന്നെയുണ്ട്. എൻ്റെ പേര് ഗോവിന്ദ്, സ്ഥലം എറണാകുളം. ശരിക്കും ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. എനിക്കൊരു 18 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡിൽ തന്നെ. ഇപ്പൊ പുതിയ ടെക്നോളജി ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറി വേറെ ഒരു സെക്ഷനിലേക്ക് മാറണം എന്നുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം ഒരു മാനേജ്മെന്റ് ലെവലിലേക്ക് പോയിട്ട് വേറെ ഒരു ഓപ്ഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഫീൽഡ്, അതായിരുന്നു എന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം. കാര്യം ഏത് പ്രായത്തിലും ജോലി ചെയ്യാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനോ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്റെ വിദ്യാഭ്യാസത്തിനെയും എന്റെ കഴിവിനെയും യോജിപ്പിച്ച് കൊണ്ടുവരിക, അതായിരുന്നു എന്റെ ലക്ഷ്യം. ഞാൻ ബിസിനസ് ഇല്ലായിരുന്നു, ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. ഞാനാണെങ്കിൽ ബാംഗ്ലൂർ, ബോംബെ അങ്ങനെയുള്ള ഇന്ത്യയിലെ ഒട്ടുമിക്കാലും ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കൊച്ചി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പുറം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. കൊച്ചി ഭക്ഷണം വെക്കുന്നത് എനിക്കൊരു പാഷനായിരുന്നു. അതനുസരിച്ചാണ് ഞാൻ ഇതുപോലെ ഭാര്യയുടെ ഇത് കണ്ടത്. സാമ്പത്തികപരമായിട്ട് ക്രൈസിസ് അനുഭവിച്ചിട്ടുണ്ടോ അതോ? ക്രൈസിസ് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അനുഭവിക്കുന്ന പോലെ തന്നെ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നതാണ്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ട് എല്ലായ്പ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി അത് ഉയർത്തി കൊണ്ടുവരണം എന്നുള്ളൊരു തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവുമല്ലോ. കാര്യം അതുകൊണ്ടാണല്ലോ നമ്മളാണെങ്കിൽ എപ്പോഴും വർക്ക് ചെയ്യാൻ ജോലി ചെയ്യണം എന്നാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ ഇതിനെ കുറിച്ച് അറിഞ്ഞത്. പിന്നെ ഒരുപാട് പിന്നെ അതിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനെ ഫോളോ ചെയ്തു. ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കാണെങ്കിൽ ഇന്ന് ഞാൻ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞു. പിന്നെ കുറെ ഫോളോ ചെയ്തു. ബാക്കിയുള്ളവരുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഈ കോഴ്സ് കഴിഞ്ഞ് ചെന്നാല് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടും എന്നുള്ളതിൽ എത്രത്തോളം കോൺഫിഡന്റ് ഉണ്ട്? ഉപകാരപ്പെടും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാര്യം ഡേ 1 മുതൽ ഞങ്ങൾ അന്ന് കിച്ചണിൽ ആക്റ്റീവാണ്. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ എല്ലാ സിസ്റ്റവും ഒരുമിച്ച് ഒരുപോലെ തന്നെയാണ് പഠിക്കുന്നത്. സീനിയേഴ്സ് ജൂനിയേഴ്സിനെ പഠിപ്പിക്കാനും ജൂനിയേഴ്സ് സബ് ജൂനിയേഴ്സിനെ പഠിപ്പിക്കാനും ഉള്ള ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ കാണിച്ചു തരാനായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളും ഇവിടെ തന്നെയുണ്ട്. സോ അതുകൊണ്ട് പ്രോബ്ലംസ് ഒന്നും ഇതേവരെ ഫേസ് ചെയ്തിട്ടില്ല. ഇവിടുത്തെ സ്റ്റാഫുകള് പിന്നെ ബുഹാരി സാറ്, ഷെഫ്, അവരൊക്കെ പിന്നെ ഉള്ള അഭിപ്രായം എന്താ? നല്ല അഭിപ്രായം തന്നെ. കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കിച്ചൺ മാത്രമല്ല, ഇവിടുത്തെ ഫ്രണ്ട് ഓഫീസ്, റെസ്റ്റോറന്റ്, ഇവിടെ എല്ലാം എക്സ്പീരിയൻസ് എടുക്കുന്നത് കൊണ്ട് നല്ലൊരു സാഹചര്യമുണ്ട്. ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണോ നിങ്ങൾ കോഴ്സിൽ അറ്റൻഡ് ചെയ്തത് അതോ? അല്ല, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ബിരിയാണി കഴിച്ചു കഴിഞ്ഞപ്പോൾ 3-4 ഐറ്റം ബിരിയാണി ഉണ്ടല്ലോ. ആ ബിരിയാണി കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ വ്യത്യസ്തമായിട്ട് അനുഭവപ്പെട്ടോ അതോ മറ്റുള്ളവർക്ക് നിന്ന് കഴിച്ച അതേ ഒരു ഫീൽ ഉണ്ടോ? എങ്ങനെയാണ് അതിന്റെ ഒരു അനുഭവം? നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോൾ കിച്ചണിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ അതിന്റെ എല്ലാം ഒരു പാർട്ട് ആവാനുള്ള സാധിക്കും. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, നമ്മൾ രാവിലെ ഒരു 6-6:30 കിച്ചൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ തന്നെ മെനു കിട്ടും. പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ തലശ്ശേരി ബിരിയാണി ആയാലും, തലശ്ശേരി ബീഫ് ബിരിയാണി ആയാലും, ഹൈദരാബാദി ബിരിയാണി ആയാലും, മന്തി ആയാലും, അതിന്റെ തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും. ആ ലിസ്റ്റ് അനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ഗ്രൂപ്പ് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കാൻ സന്നദ്ധരായിരുന്നു. അപ്പോൾ അതനുസരിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഉച്ചയ്ക്ക് ഇവിടുത്തെ ഭക്ഷണം എല്ലാം രുചിച്ച് നോക്കാനും കഴിക്കാനും, അതായത് ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കാനാണ്. അതായത് ഇങ്ങനെ വയറ് നിറച്ച് കഴിക്കാനല്ല, ടേസ്റ്റ് ആണല്ലോ ആദ്യം ഒരു കുക്കിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഷെഫിനെ സംബന്ധിച്ചിടത്തോളം. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുക്കിംഗ് ഒരു പാഷനും കൂടെ ആയതുകൊണ്ട് എനിക്കത് അറിയാനും ചെയ്യാനും ഒക്കെ. ഇവിടെ ഭക്ഷണത്തില് എസൻസ്, മറ്റുള്ള കാര്യങ്ങള്, പിന്നെ രുചി കൂട്ടാനുള്ള എസൻസുകൾ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. കാര്യം ഞങ്ങൾ റോ മീറ്റ്, റോ ഫുഡ്, റോ ഇതിൽ ആക്ടിവിറ്റീസില്ല. കാര്യം ബേക്കറി ഐറ്റംസിനകത്തൊന്നും നമ്മൾ അങ്ങനെ ആയിട്ടില്ല. ഞാൻ കുക്കിങ്ങിലായതുകൊണ്ട് എനിക്കതിനെ കുറിച്ച്. ബിരിയാണി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും യഥാർത്ഥ ബിരിയാണി ഇപ്പോഴാണോ കഴിച്ചത് അതോ നിങ്ങൾ ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ടോ? കാര്യം പലതരത്തിലുള്ള ബിരിയാണികളുണ്ടല്ലോ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പുറത്തുനിന്നും കഴിച്ചിട്ടുണ്ട്, ഇന്ത്യക്ക് പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്, ഇന്ത്യക്ക് അകത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്, പല സ്റ്റേറ്റുകളിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഇവിടെ പല രീതിയിലുള്ള ബിരിയാണികൾ ഒരു ഫാസ്റ്റ് ട്രാക്ക് ഫോമിൽ, അതായത് എല്ലാം കൂടെ വാരിയിട്ട് സമയം കളഞ്ഞ് അങ്ങനെ വേസ്റ്റ് ആക്കാതെ ഒരു ഫാസ്റ്റ് ട്രാക്ക് രീതിയിലുള്ള കുക്കിംഗ് ആണുള്ളത്. അതും തലശ്ശേരി ബിരിയാണി, സുൽത്താൻ ബിരിയാണി എന്നൊക്കെ പറയുന്ന തലശ്ശേരി ബിരിയാണി ആണ് ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം തന്നെ അതിന്റെ മെയിൻ ആയിട്ടൊരു ഇമ്പാക്ട് എന്ന് പറയുന്നത് പഠിപ്പിക്കുന്ന സാറ് തന്നെ, നമ്മുടെ സാറെന്ന് പറയുന്നത് മുൻകൂട്ടി പഠിച്ച ഒരു വിദ്യാർത്ഥി തന്നെയായിരിക്കും. അപ്പൊ അവർക്ക് മേക്കപ്പ് ചെയ്യാനും ഞങ്ങൾക്ക് അറിവ് പകർന്നു തരാനും അത് ഉപകാരപ്പെടും. അതിനെ ഫോക്കസ് ചെയ്ത് പുള്ളി ഫോളോ അപ്പ് ചെയ്യാനായിട്ട് കൂടെ ഉണ്ടാവും ഇവിടുത്തെ സ്റ്റാഫുകൾ.
കൊടുത്ത ഫീസിന് എത്രത്തോളം നിങ്ങൾക്ക് മൂല്യം ഇതിൽ പഠിച്ചു കിട്ടുമെന്ന് ഇവിടെ തന്നെ ഒരു ക്യാമ്പസ് സെലക്ഷൻ സിറ്റുവേഷൻ ഉണ്ട്. ക്യാമ്പസ് സെലക്ഷൻ തന്നെ ഇവിടെ തന്നെ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവര് പുറത്തും നമുക്ക് അതിനുള്ള സപ്ലൈ തരുന്നുണ്ട്. പുറത്തും അതിനുള്ള ചാൻസ് ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. അല്ലെങ്കിൽ പുതിയ ജോലികൾ അന്വേഷിച്ചിറങ്ങുകയൊക്കെ ചെയ്യും. ഇത് ഏതൊക്കെ പ്രായക്കാർക്ക് കഴിയുമെന്നാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഇവിടെ വന്നിട്ടുള്ളത് മാക്സിമം 75 മുതൽ 80 വയസ്സ് പ്രായക്കാർ വരെ വന്നിട്ടുണ്ടെന്നാണ്. അതായത് ഒരു കൈ കൊണ്ട് ഒരു പ്ലേറ്റ് എടുത്ത് വെക്കാൻ സാധിക്കുന്ന കഴിവുള്ള ആളുകൾ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ എന്റെ ബാച്ചിലും ഡൽഹിയിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള റിട്ടയർഡ് ആയിട്ടുള്ള ഹൈലി എഡ്യൂക്കേറ്റഡും റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ എന്റെ ബാച്ചിൽ തന്നെ ഉണ്ട്. ഞാൻ യൂട്യൂബ് മാത്രമല്ല വേറെ പല സോഷ്യൽ മാർക്കറ്റ്, മീഡിയ മാർക്കറ്റിംഗിലും ഇദ്ദേഹത്തിന്റെ ആഡുകളും പോസ്റ്റുകളും പല രീതിയിലും കണ്ട് അതിന്റെ കമന്റുകളും കണ്ട് അതിനുശേഷമാണ് യൂട്യൂബിൽ മാത്രം നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് അറിയോ, അതോ നമ്മൾ ഡയറക്റ്റ് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കി എന്നെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്ത് നിന്ന് ഇവിടെ വരെ എത്തുക എന്ന് പറയുന്നത് കുറച്ച് ആക്റ്റീവായിട്ടുള്ള പരിപാടിയായിരുന്നു. കുറച്ച് ശ്രമമായിട്ടുള്ള പരിപാടിയായിരുന്നു. കാര്യം ഞാനിപ്പോ ഒരു ഓസ്ട്രേലിയ ബേസ്ഡ് കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ലീവ് കിട്ടാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ ടൈം മാക്സിമം എടുക്കാൻ പറ്റുക എന്നുള്ളത്, രാവിലെ ഒരു 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6:30 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി ഒരു 1 ലേറ്റ് ആകും കോൾസും ഒക്കെ കഴിഞ്ഞിട്ട്. ഇപ്പൊ ലീവ് എടുത്തിട്ട് വന്ന് എന്തായാലും ബുഹാരി സാറിനെ ട്രസ്റ്റ് ചെയ്ത് ഇവിടെ വന്ന് പഠിക്കാനുള്ള ഡിസിഷൻ ഞാൻ എടുക്കുക. ഹോട്ടൽ വ്യവസായ മേഖലയിലുള്ളവരോട് എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അഭിപ്രായം പറയാം? ഓപ്പർച്യൂണിറ്റീസ് എല്ലായിടത്തും ഉണ്ട്. നമുക്ക് കഴിക്കാതെ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ഇത് മൂന്നും ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ഫുഡ് എന്നുള്ളത് ഒരു ബേസിക് നീഡിലെ നമ്പർ 1 ആണ്. അപ്പോൾ എല്ലാവർക്കും വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ ഇൻഡസ്ട്രി എപ്പോഴും നന്നായി തന്നെ മുമ്പോട്ട് പോകും. ബുഹാരി ഷെഫ് സാറിനെ കുറിച്ച് ഒറ്റവാക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം? ടാലന്റഡ് ഷെഫ് ബുഹാരിയിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ എന്തെങ്കിലും ഒരു കാര്യം? ഈസി ടിപ്സ് വലിയൊരു അത്ഭുതം തന്നെയാണ്. കാര്യം ഒരു 500 പേർക്കും 5 പേർക്കും എങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. 500 പേർക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് 500 കിലോ ചിക്കൻ ആണെന്ന് വെച്ചോ, 500 കിലോ ചിക്കൻ എങ്ങനെ കഴുകണമെന്നും അതേപോലെ തന്നെ 5 കിലോ ചിക്കൻ എങ്ങനെ കഴുകണമെന്നും അതിനൊക്കെ ഒരു ടിപ്സ് ഉണ്ട്. ആ ടിപ്സ് പുള്ളിക്കാരൻ വളരെ സിമ്പിൾ ആയിട്ട്, അതേപോലെ തന്നെ പല കുക്കിംഗ്, ഇപ്പോൾ ഫ്രൈഡ് റൈസ് ആയാലും കുക്കിങ്ങിലായാലും ഈസി ടിപ്സ് നമ്മുടെ ശരീരം പോലും അറിയാതെ കാര്യങ്ങൾ ചെയ്യുന്നത്. ബിരിയാണിയും ബിസിനസ്സും, ഈ രണ്ട് വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് ബുഹാരിക്കയുടെ ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായോ? എന്താ മനസ്സിലായത്? ബിരിയാണി മാത്രം, ബിരിയാണി എന്ന് പറയുന്നത് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിരിയാണി ഫുഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വളരെയധികം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ്. തെക്കോട്ട് സൈഡിനെക്കാട്ടി കൂടുതൽ വടക്ക് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ, കേരളത്തിനകത്തെ കാര്യമാണ് പറയുന്നത്, വടക്ക് സൈഡിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ താല്പര്യപ്പെടുന്ന, ഇതിനോടനുബന്ധിച്ചുള്ള ഷവായി, അതേപോലെ തന്നെ ഫ്രൈഡ് ചിക്കൻ, അതേപോലെ തന്നെ അങ്ങനെ കുറെ വകഭേദങ്ങളുണ്ട്. തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആമ്പൂർ ബിരിയാണി, ഇവിടെ കർണാടകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദൊണ്ണ ബിരിയാണി, മിലിറ്ററി ബിരിയാണി. ഇപ്പോൾ പേരുകൾ പലതാണെങ്കിൽ പോലും ഇൻഗ്രീഡിയൻസിന്റെ ചില വ്യത്യാസങ്ങൾ കൊണ്ട് ഇതിന് മാസ്റ്റർ പീസ് ആവാനായിട്ട് സാധിക്കും. നമ്മൾക്ക് സക്സസ് ആവാൻ കഴിയുമെന്നാണ് വിശ്വാസം. പിന്നെ അതേപോലെ തന്നെ പുള്ളിയുടെ സപ്പോർട്ടും കൂടെ ഉണ്ടാവും. പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. താഴെ ഒരു മെഷീൻ കണ്ടല്ലോ, ഇതിന്റെ മന്തി, എന്താണ് മെഷീന്റെ കണ്ടതിലുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ? ഓവന്റെ കാര്യമാണ്. ഓവൻ അദ്ദേഹം തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു ഓവൻ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ആ ഓവനെ വെച്ചിട്ടാണ് നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ ബേക്കറി കുക്കിങ്സ് വരെ ഇപ്പൊ അതിനകത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബുഹാരിക്ക് നിങ്ങൾക്ക് നൽകിയ ഉപദേശത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപദേശം എന്തെങ്കിലും? തോൽവി എന്നുള്ളത് മനസ്സിൽ ഏൽക്കാതിരിക്കുക. തോൽവി എന്നുള്ള ഒന്നില്ല, നാളേക്കുള്ള തുടക്കം. അങ്ങനെ ഒരു സ്ഥാപനം ഇനി സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇനിയും തീരുമാനങ്ങൾ ഫാസ്റ്റ് ആയിട്ട് എടുക്കണം. ഇന്നേ വരെ ഞാൻ ശങ്കിച്ച് നിന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക്, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം കിട്ടുന്നതിലേക്ക് ജോലി ചെയ്ത് തന്നെ മുമ്പോട്ട് പോകണം. എല്ലാവരും സന്തോഷിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം കൊടുത്ത് നല്ലൊരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം തീർച്ചയായിട്ടും. അത് എല്ലാ മേഖലയിലും, ഡെവലപ്മെന്റ് സൈഡിലായാലും
മാനേജ്മെന്റ് സൈഡിലായാലും എല്ലാം. പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നല്ലൊരു സമ്പന്ന ഒരു മില്യണയർ ഒക്കെ ഭാവിയിലാവാം എന്നുള്ള ഒരു കോൺഫിഡൻസ്. തീർച്ചയായിട്ടും നമ്മുടെ പഠനം അവസാനിക്കുന്നില്ല, തുടക്കം മാത്രം. ഒറ്റ വാക്കിൽ ഇവിടുത്തെ ഭക്ഷണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒറ്റ വാക്ക്, ടേസ്റ്റി. മറ്റെന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം, കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം? ഇപ്പോൾ ആളുകളാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ ബാച്ച് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പുതിയ ബാച്ച് വന്നുകൊണ്ടിരിക്കണം. എല്ലാ സാറ്റർഡേസിലും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് ആയാലും അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ആയാലും എല്ലാം ആക്റ്റീവാണ്. അപ്പോൾ ആളുകൾ ബില്ലിംഗ് ആണ് ഇങ്ങോട്ട് വരാനായിട്ട്. ഇതിന്റെ അർത്ഥം തന്നെ ഇദ്ദേഹത്തിനെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായി വരട്ടെ. എല്ലാവരും അവരുടെ കാര്യം, എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അദ്ദേഹം പറയുന്നത് പോലെ കടലാണിത്, നമ്മളെ കൊണ്ട് ഫില്ല് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് പുതിയ പുതിയ ആൾക്കാർ വരട്ടെ.